നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC 2023-24 വർഷങ്ങളിൽ ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത്. ആ പ്രസ്താവന ശരിയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ശരിയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന 1946 ഡിസംബർ മാസം 11 തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ലക്ഷ്യപ്രഖ്യാപനം പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ മാസം 13 ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് 1947 ജനുവരി മാസം 22 ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. അതാണ് 3ാമത്തെ പ്രസ്താവനയായിട്ട് തന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഉണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, എല്ലാ മതത്തിലെയും വ്യക്തികൾ ഉണ്ടായിരുന്നു. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെയോ ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏതാണ്? പാർലമെന്ററി സമ്പ്രദായം. ശരിയാണ്. നിയമവാഴ്ച. പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയും മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടന. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? റിട്ടിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ആദ്യത്തെ പ്രസ്താവന നോക്കാം. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഇപ്പൊ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് ആർക്കൊക്കെയാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി, കോ വാറണ്ടോ എന്നിവ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024 വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് എടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നൊരു ബാച്ച് കോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആ കോഴ്സിലാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫുൾ, അതായത് 2024 നടക്കാനിരിക്കുന്ന ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന പ്രിലിംസ്, 2025 നടക്കാനിരിക്കുന്ന മെയിൻസും കൂടി ഉൾപ്പെടെ നിങ്ങൾ ആ ഒരു ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ തന്നെ ബാക്കി പോസ്റ്റുകളെല്ലാം കവറായി പോകും. സ്റ്റോർ കീപ്പർ, അതുപോലെ പിയൂൺ മുതലായ പോസ്റ്റുകളെല്ലാം അതിനകത്ത് തന്നെ കവറായി പോകും. ഇനി 2025
പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 10th പ്രിലിംസ് 2025 എന്ന പേരിൽ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പോഴേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാച്ച് കോഴ്സിനും നിങ്ങൾക്ക് പ്രിലിംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രിലിംസിന് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. പ്രിലിംസിന് പഠിക്കേണ്ട പോർഷൻസ് എല്ലാം ആ ഫോൾഡറിനകത്ത് നോക്കി പഠിച്ചാൽ മതി. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോൾഡർ ഉണ്ട്. അതിന് ഇതുപോലെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനും വീക്ക്ലി എക്സാംസും കൂടി ഫുൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ്, എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഷുവർ ഷോട്ട് ആൻഡ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു സുവർണ അവസരമാണ്. ഇപ്പോഴാകുമ്പം ഫീസിന് 1 ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഡിസംബർ മാസം പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. 2നുള്ള ക്ലാസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന LDCയുടെയും ഫുൾ റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് പാലക്കാട് ആലപ്പുഴ വരെയുള്ള ഫുൾ 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രയോജനപ്പെടുത്താവുന്നതാണ്. LDCയുടെ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ് ഉൾപ്പെടാത്തത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എല്ലാം അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ ആർട്ടിക്കിൾ 19 എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 19. 19(1)(a) സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. 19(1)(b) നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(1)(c) സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള അവകാശം. 19(1)(d) ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)(e) ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1)(g) ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഇനി 19(1)(f) ഉണ്ടായിരുന്നു, അത് സ്വത്തവകാശമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു ഇത് 19(1)(f). 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. PSC എപ്പോഴും ചോദിക്കുന്ന ഈ 19ാമത്തെ ആർട്ടിക്കിൾ തന്നിട്ട് സ്വത്തവകാശം കൂടി തന്നിരിക്കും. പക്ഷെ സ്വത്തവകാശം ഇപ്പൊ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. അത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തു. ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ്, നിയമാവകാശം മാത്രമാക്കി മാറ്റി. അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന: അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ശരിയാണ്. കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക ശരിയാണ്. ജീവിത നിലവാരം ഉയർത്തുക ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബവ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ്: മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുൻപാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്നത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ്. ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് എന്ത് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. സപ്രു കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 4. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4 ആണ്. അടുത്ത ചോദ്യം. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കുറച്ചു മുന്നേ പറഞ്ഞതേ ഉള്ളൂ. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ് എന്നുള്ളതാണ്. മൗലിക അവകാശമായിരുന്നു, നീക്കം ചെയ്തു 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 3ാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന സ്വത്തവകാശം മൗലികാവകാശവും നിയമാവകാശവുമാണ്, രണ്ടും കൂടിയല്ല, ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്?
ശരിയായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ശരിയാണ്, 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താ തന്നിരിക്കുന്നത്? അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. തെറ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. 32 പ്രകാരം സുപ്രീം കോടതിക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നത്, ഹൈക്കോടതിക്ക് 226. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ജയിൽ, മദ്യം, വാണിജ്യം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ എന്നിവ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ എന്തുകൊണ്ട് തെറ്റിപ്പോയി? ബാങ്കിങ് ഉൾപ്പെടുന്നത് കേന്ദ്ര ലിസ്റ്റ് തന്നെയാണ്, പൊതുജനാരോഗ്യവും പോലീസും ഉൾപ്പെടുന്ന സംസ്ഥാന ലിസ്റ്റിലാണ്. അതാണ് ഇവിടെ തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന 2ഉം 3ഉം. ഓക്കെ, തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. അപ്പൊ ശരി മാത്രം നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതൊക്കെ? പെടാത്തത് 1ഉം 2ഉമാണ്. നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവും. അവശിഷ്ട അധികാരം കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായിട്ട്, അതായത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. ഏതിനു മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? മാൻഡമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്നതാണ് അർത്ഥം. നാം കൽപ്പിക്കുന്നു. എന്ത് അധികാരം എന്ന് വരുന്നത് ഏതാ? കോ വാറണ്ടോ. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് 256 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്, 226 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏതൊക്കെയാണ്? മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് പെടാത്തത്. ബാക്കി അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. കഴിഞ്ഞ ചോദ്യപേപ്പറിലെ അതേ പോയിന്റ്സ് ഒക്കെ തന്നെ വന്നേക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നുള്ളതാണ് പെടാത്തത്. ബാക്കിയൊക്കെ പെടുന്നവയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത്? വിവേചന അധികാരത്തിൽ പെടാത്തത് 3ഉം 4ഉമാണ്. ബാക്കി 2 പെടും. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞു. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. ഇത് 3ഉമാണ് ശരി. 3ാമത്തെ പ്രസ്താവന മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? തെറ്റാണ്. മായം ചേർക്കൽ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റു വസ്തുക്കളുടെയും മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? ശരിയായ വകുപ്പ്
രണ്ടാമത്തതാണ് 312. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ്. വകുപ്പ് 312 ഓൾ ഇന്ത്യ സർവീസസ് ആണ്. അതായത് ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്, ദ റെസല്യൂഷൻ മസ്റ്റ് ഒറിജിനേറ്റ് ഇൻ ദ രാജ്യസഭ ബിഫോർ ദ ലോക്സഭ ടേക്സ് അപ്പ് ദ മാറ്റർ. അപ്പൊ രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ഉത്തരം, ഓപ്ഷൻ ബി. അടുത്തത് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണ്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണേ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് എന്നതാണ് കറക്റ്റ്. ഭാഗികമായി ഫ്ലെക്സിബിൾ ആണ്, ഭാഗികമായി റിജിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ വരാനിരിക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ബാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ കവറേജ് ആയിട്ടാണ് നിങ്ങൾക്ക് പാക്കേജ് വരുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളാം. പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്യാൻ 50 days സ്റ്റഡി പ്ലാൻ അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.